പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശം. ആണവ ഭീഷണി ഇന്ത്യ അനുവദിക്കില്ലെന്നും സിന്ധു നദീജല കരാറിൽ വിട്ടുവീഴ്ചയില്ലെന്നും പ്രധാനമന്ത്രി ആവർത്തിച്ചു. 79ാമത് സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മോദി. ഭരണഘടനയാണ് രാജ്യത്തിന്റെ വഴികാട്ടിയെന്നും ഐക്യമാണ് ഈ ദിനത്തിന്റെ സന്ദേശമെന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആത്മാഭിമാനത്തിന്റെ ഉത്സവമാണ് കൊണ്ടാടുന്നതെന്ന് പറഞ്ഞു തുടങ്ങിയ പ്രധാനമന്ത്രി സ്വാതന്ത്ര്യ സമര സേനാനികളെ അനുസ്മരിച്ചു. ഭരണഘടനാ ശില്പികൾക്ക് നന്ദി അറിയിച്ചതിനൊപ്പം 140 കോടി ജനങ്ങൾ രാജ്യത്തിന്റെ വിജയം ആഘോഷിക്കുന്നുവെന്നും സ്വാതന്ത്ര്യദിനം അഭിമാനത്തിന്റെ ഉത്സവമാണെന്നും പറഞ്ഞു. രാജ്ഘട്ടിലെത്തി ഗാന്ധി സമാധിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് മോദി ചെങ്കോട്ടയിലെത്തിയത്. പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകുന്നതായിരുന്നു സന്ദേശം. പാകിസ്ഥാൻ ആണവായുധം കാട്ടി വിരട്ടേണ്ടെന്ന് മോദി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത ധീര ജവാന്മാർക്ക് ബിഗ് സല്യൂട്ടും നൽകി. സിന്ധു നദീജല കരാറിൽ ഇനി പുനരാലോചനയില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു. രക്തവും വെള്ളവും ഒന്നിച്ചൊഴുകില്ല. മതം ചോദിച്ചാണ് തീവ്രവാദികൾ നിഷ്കളങ്കരായവരെ കൊലപ്പെടുത്തിയത്. അവരെ പിന്തുണച്ചവർക്കും തക്കതായ ശിക്ഷ നൽകാൻ രാജ്യത്തിനായെന്നും ഓപ്പറേഷൻ സിന്ദൂറിനെ പരാമർശിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു. വരും കാലം ഇന്ത്യയുടേതെന്നും തദ്ദേശീയമായ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുമെന്നും ഇന്ത്യയ്ക്ക് ബഹിരാകാശ നിലയം വരുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. മലയാളിയായ ദാക്ഷായണി വേലായുധനെയും പ്രസംഗത്തിൽ മോദി പരാമർശിച്ചു. ചെങ്കോട്ടയിൽ നിന്നുള്ള നരേന്ദ്രമോദിയുടെ 12ാമത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗമാണ് നടന്നത്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.